ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ആയപ്പോൾ ഒരു പൂതി കേട്ടോ. നല്ല ഗോതമ്പ് പുട്ട്, തേങ്ങയൊക്കെ വെച്ച് ഗോതമ്പ് പുട്ടും മുട്ടക്കറിയും പപ്പടവും കട്ടനും കഴിക്കാനായിട്ട് ഒരു മോഹം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കിച്ചണിലോട്ട് കയറി സവാളയും പച്ചമുളകും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ മുട്ട തിളപ്പിക്കാനും വെച്ചു കേട്ടോ. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു. ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലോട്ട് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഒരു പകുതി വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ടൊമാറ്റോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അതായത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ പൊടികളുടെ എല്ലാം ഒരു കുത്തലുണ്ടാവും കേട്ടോ. അങ്ങനെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നല്ല തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറു തീയിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. തീരെ വെള്ളം വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കുറുകിയ ഒരു പാകമായിരിക്കണം അത്. അങ്ങനെ നമ്മളെ മുട്ടക്കറി റെഡിയായി. അടുത്ത് നമ്മുടെ ഗോതമ്പ് പുട്ട്. ഞാൻ ഈ മറ്റേ പണ്ടത്തെ ആ ഒരു നീണ്ട പുട്ടുക്കുഴലിലല്ല ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടിനുള്ള മാവ് ആ ചിരട്ട പുട്ടിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടനും, പാൽച്ചായക്കാളും ബെസ്റ്റ് കട്ടൻ തന്നെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ അത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. ആഹാ, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. നല്ല ഗോതമ്പ് പുട്ടും പപ്പടവും, കുറച്ച് ഗോതമ്പ് പുട്ടും ഒരു കഷ്ണം പപ്പടവും ആ മുട്ടക്കറി എന്നുള്ള കറിയും അതിൽ നിന്ന് ഒരു കഷ്ണം മുട്ടയും കൂടെ എടുത്ത് വെച്ച് അങ്ങ് വായിലോട്ട് വെച്ചാൽ എൻ്റെ പൊന്നേ, എനിക്കൊന്നും പറയാനില്ല. പിന്നെ നല്ല മധുരമുള്ള ഒരു കട്ടനും കൂടെ ആണെങ്കിൽ പറയാനേ ഇല്ല. സ്വർഗം മാമാ, സ്വർഗം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിവിട്ട് പിന്നെ അനിയത്തി അപ്പോഴേക്കും വിളിച്ചു കേട്ടോ. സ്റ്റുഡിയോയിൽ പോവാം, ഡ്രസ്സ് എടുക്കാൻ പോവാം, പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്നിട്ട് ഞാൻ അവളും കൂടെ സ്റ്റുഡിയോയിലോട്ട് പോവാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ചെന്ന പാടെ അവൾ പറഞ്ഞു, ആദ്യം അവൾ പറഞ്ഞത് അവളുടെ ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്ത് തരാനാണ് അവൾ വരുന്നത്. കാരണം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് എന്നെയും കൂടെ കൊണ്ട് അവൾ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ജാട അടിച്ചു, എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ ജാടയൊക്കെ ഇട്ട് നിന്നു, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൾ പറഞ്ഞാൽ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അവിടെ ഉള്ള മിക്ക ഐറ്റംസും വാരിപ്പെറുക്കി എടുത്താട്ടോ. ഞാനിങ്ങനെ ഓരോ കളക്ഷൻസ് നോക്കണം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാരണം സമ്മർ സീസൺ അല്ലേ, അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്ലീവ്ലെസ് ആണെങ്കിലും അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്ലീവ്ലെസ് ഞാൻ കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. ഞാൻ അതിൽ കംഫർട്ടബിൾ ആണ്. പക്ഷേ അത് ഇടുന്നവർക്ക് വെറൈറ്റി ഓഫ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം ട്രയൽ ചെയ്യാനായിട്ട് എല്ലാം വാരിപ്പറക്കി എടുത്ത് നേരെ പോയിട്ട് ട്രയൽ ചെയ്യാനായിട്ട്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എപ്പോഴും പുറത്തോട്ടുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എനിക്കൊരു ജസ്റ്റ് ടൈറ്റ് പോലെ ഫീൽ ചെയ്തു. ഈ ഒരു വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടപ്പോൾ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു കോട്ട് സെറ്റാണ്. നല്ല കംഫർട്ടുമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നേരിട്ട് നല്ല, എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു യെല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. എവിടെ ഞാൻ യെല്ലോ കണ്ടാലും ഞാൻ എടുക്കും. അങ്ങനെ ഒരു യൂഷ്വൽ കുർത്തി ടൈപ്പും ഒരു പാൻറ്റുമാണ്. ലാസ്റ്റ് ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ, യെല്ലോ ആണ് എടുത്തത്. കാരണം എനിക്ക് എപ്പോഴും ഇട്ട് നടക്കാനൊക്കെ ഒരു കംഫർട്ട് അനുസരിച്ച് ഞാൻ പിന്നെ അതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു റൗണ്ടും കൂടെ അവിടെയൊക്കെ ചുറ്റി നോക്കി, എന്തെങ്കിലും ഞാൻ കാണാത്തത് ഇടയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോയെന്നൊന്നും. പക്ഷേ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു ഒരു മീഡിയം സൈസ്, സ്മോൾ സൈസ് ഒക്കെ ആൾക്കാർക്ക് പറ്റിയ നല്ല നല്ല ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ കുറച്ച് തടിച്ച ആൾക്കാരാണ്, അപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഒരു റൗണ്ടും കൂടെയൊക്കെ അവിടെ ഒന്ന്
ചുറ്റിപ്പറക്കി നോക്കിയിട്ട് ഞാൻ പിന്നെ നേരെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ. എല്ലാം കയ്യിലൊക്കെ വരച്ച് നോക്കി എല്ലാ ഷെയ്ഡ്സും, പക്ഷേ എനിക്ക് ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തോ പോലെ എനിക്ക് ആ ഒരു ഷെയ്ഡ്സൊന്നും അത്ര ഒരു നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. ചിലപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്കുള്ള ബോസും ഒക്കെ ഉണ്ടായിരുന്നു, പെർഫ്യൂം ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ഹാൻഡ് ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കവിടെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ്, ചപ്പലിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഷൂ നോക്കിക്കേ, നല്ല രസമില്ലേ, ഹാർട്ട് ഷേപ്പിനകത്ത് പല കളേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോഴേക്കും. പിന്നെ നല്ല പാർട്ടി വെയർ ചപ്പൽസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ നോർമലി ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഞാൻ കാണാത്ത നല്ല വെറൈറ്റി പാർട്ടി വെയർ ചപ്പൽസ് ഇത്തവണ കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഹീൽസൊക്കെ വെച്ചിട്ട് ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, കാലിലിട്ട് നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കാലിലൊക്കെ ഇട്ട് നോക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 699 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാനത് എടുത്തില്ല, എടുത്തതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും തന്നെ അത്യാവശ്യം ഉച്ചയായിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. ഇപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെ പോത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തത്. പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അതിനകത്ത് കിടന്ന് കറങ്ങാമെന്ന്. ശരിക്കും കറങ്ങിയൊന്നും അല്ല കേട്ടോ, അത്യാവശ്യത്തിന് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയാമല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് AC-യിൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കാമല്ലോ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. പായസം വെക്കാനും പാലും പച്ചക്കറിയും ഒക്കെ എടുക്കണമായിരുന്നു. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു കൺഫ്യൂഷനാണല്ലേ, അയ്യോ ഇതെടുക്കണോ അതെടുക്കണോ ഇങ്ങനെ എടുക്കണോ, അയ്യോ അങ്ങനെ ഒരു കൺഫ്യൂഷനാണല്ലേ, ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരി എടുക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടല്ലേ, നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറി ഞങ്ങൾ നല്ല ഷാർജ ഷേക്കും കട്ട്ലറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാമോ ഈ ചൂടത്ത് ആ ഒരു തണുത്ത സാധനം അകത്തോട്ട് പോയപ്പോൾ. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി മറ്റൊരു വീഡിയോ കാണാൻ. ടാറ്റാ.